ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റിൻസി മാത്യു. ഞങ്ങൾ വരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് 2024 ഏപ്രിലാണ്. പക്ഷെ 2022 ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ ഷാർജയിൽ നിന്ന് 2022 ഓഗസ്റ്റിൽ വെക്കേഷന് വന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകുകയും സ്റ്റിയറിങ്ങിലോട്ട് പുള്ളി പെട്ടെന്ന് അങ്ങ് വീഴുകയായിരുന്നു. അപ്പം പെട്ടെന്ന് കാറ് പുള്ളി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അപകടം സംഭവിച്ചില്ല. അപ്പം രാത്രി ഏകദേശം 8:30 ഒരു ചെറിയ ടൗൺ ആയിരുന്നു. ഞാൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. അവരെല്ലാം ഓടി വന്ന് എല്ലാവരും കൂടി. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു നേഴ്സ് കാറിൽ പാസ് ചെയ്യുകയും ഇത് കണ്ടുകൊണ്ട് സിസ്റ്റർ അവിടെ നിർത്തിയിട്ട് CPR കൊടുത്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് കോൺഷ്യസായി. അങ്ങനെ എന്നാലും പുള്ളിക്ക് ഒട്ടും വയ്യ. അപ്പം ഞങ്ങൾ നേരെ ആ ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കാർ എടുത്തുകൊണ്ട് നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തേക്ക് ഞങ്ങളും കൂടെ പോവുകയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ എമർജൻസി ചെന്നു. അങ്ങനെ ടെസ്റ്റുകളൊക്കെ ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നി. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു CT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേദന എടുത്തിട്ട് പൊളയുക. അങ്ങനെ CT എടുത്തപ്പോഴാണ് അവർ വളരെ വിഷമിച്ചു പോയി. കാരണം അയോട്ടിക് അനൂറിസം റപ്ചർ ആകുകയാണ്. എന്ന് വെച്ചാൽ അത് വെരി സീരിയസ് കണ്ടീഷനാണ്. കാരണം രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ അയോട്ട എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പോകുന്ന മെയിനായിട്ടുള്ള ആ വെസലാണ്. അവിടാണ് ഇവിടെ അനൂറിസം വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കിത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല, ഇങ്ങനൊരു അസുഖത്തെ പറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ ഞങ്ങൾക്കിവിടെ പറ്റത്തില്ല. കാരണം ഇതിൽ 99% പേഷ്യൻറ്റും രക്ഷപ്പെടാറില്ല. അങ്ങനെ ഞങ്ങളപ്പം ശരിക്കും ഞങ്ങളങ്ങ് എന്താ ചെയ്യേണ്ടത്? കാരണം വളരെ സന്തോഷത്തോടെ ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ പോയി. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അതിനു മുമ്പ് ഒന്ന് അഡ്മിറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ അപ്പം പറഞ്ഞ് നമുക്ക് മറ്റു ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം രാത്രി 10 മണിയായി. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവരും ഞങ്ങളും കൂടെ ചേർന്ന് വിളിച്ചിട്ടും ഓരോ ഹോസ്പിറ്റലുകാരും ഞങ്ങളെ എടുക്കത്തില്ല. കാരണം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എടുത്തിട്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക. കാരണം അവിടെ ആരെയും നിരസ്കരിക്കത്തില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരെന്ത് ഞങ്ങളെ ചെയ്യും. ഈ രാത്രിയിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു, എമർജൻസി ചെന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവർ തിയേറ്റർ അപ്പം തന്നെ റെഡിയാക്കി. അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് ആ എമർജൻസിയിലെ തിയേറ്ററിലെ ഡോക്ടറോട് പറയുന്നു ഒരു ചാൻസും ഇല്ല രക്ഷപ്പെടാൻ, റപ്ചറായി. അവർ റപ്ചറായി കഴിഞ്ഞാൽ വയറ്റ് മുഴുവൻ ബ്ലഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ തിയേറ്ററിൽ കയറ്റി. അറൗണ്ട് 12 മണിക്കൂർ സർജറി അവർ ചെയ്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു 48 hours ഒന്നും ഒരു ചാൻസും നമുക്ക് പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ മുഴുവൻ നീരായി. അങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. ഫുൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ 1 വീക്ക് അവിടെ കിടത്തി. അപ്പോഴും വയറ് തുറന്നിട്ടേക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ഒന്നും വയറ് തുറന്നിടാൻ പറ്റത്തുമില്ല. അങ്ങനെ മെഡിക്കൽ കോളേജുകാർ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ട് ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ ശ്വാസം എടുക്കുക. ട്രക്കിയോസ്റ്റമി ഇട്ടു. കൊളസ്റ്റമി ബാഗ്, കാരണം അവിടെ എല്ലാം നീരായി. കാരണം ബ്ലഡ് വന്ന് നിറഞ്ഞിട്ട് ഫുൾ ബ്ലഡാണ് വയറ്റിൽ. അപ്പോൾ അത് മുഴുവൻ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇൻറ്റസ്റ്റൈനൊക്കെ ഇൻഫെക്ഷനായി. അങ്ങനെ കൊളസ്റ്റമി ബാഗ് ഇട്ടു. അങ്ങനെ അവർ അടുത്ത 48 hours പറഞ്ഞു. കാരണം ഇൻഫെക്ഷനായി, അതോടുകൂടി ന്യൂമോണിയയുമായി. ഇനി രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഞങ്ങളുടെ മുന്നിലില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അനേകം പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട്, അവളോട് ഒരു ആൻറ്റിബയോട്ടിക് ചോദിക്കാൻ വേണ്ടി വിളിച്ചിങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞോട്ടി ഇങ്ങനെ കൃപാസനം എന്ന് വന്നൊരു സ്ഥലമുണ്ട്. ഞാനൊരു കാത്തലിക് വിശ്വാസിയല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിലില്ല. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവിൻ്റെ ഒരിത് കേൾക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്, ഞാൻ അവിടെ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ തന്നെ എറണാകുളത്തുനിന്ന് കോട്ടയത്ത് വരാം, നിനക്ക് തന്നെ ഒരു ഓയിലുണ്ട്, അത് നീ എങ്ങനെയെങ്കിലും ICUവിൽ പോയി പുരട്ടാൻ പറഞ്ഞു.
അങ്ങനെ അവൾ വൈകിട്ടായപ്പോൾ അവിടെ എത്തി എനിക്ക് ഈ ഓയിൽ തന്നിട്ട് പറഞ്ഞു, നീ പോയി പുരട്ടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പർ കൊടുത്തിട്ട് എൻ്റെ മകനോട് പറഞ്ഞു, ഈ പേപ്പർ അവിടെ എല്ലാം കൃപാസന പത്രം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവെന്ന് വിളിക്കുന്ന അന്നാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഈ പേപ്പർ കൊടുത്ത് ഈ ഓയിൽ പുരട്ടി. പിന്നീട് ഒരു അത്ഭുതങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ കാണുമായിരുന്നു. അങ്ങനെ ഏകദേശം 26 ദിവസം എൻ്റെ ഹസ്ബൻഡ് അവിടെ വെൻറ്റിലേറ്ററിലായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു വന്നു. കാരണം ആദ്യം നോക്കുമ്പോൾ ബ്ലഡ് റിസൾട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ. ഒരവയവം പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതില്ല, ഫുൾ. കാരണം ഒരു ചാൻസസ് ഇല്ലാതെ പുള്ളി അവിടെ കിടത്തിയേക്കുക. അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകാർ വെൻറ്റിലേറ്റർ മാറ്റും, അവർക്ക് ആവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. എന്തോ ഒരു അത്ഭുതം പോലെ 26 ദിവസം കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്റർ മാറ്റി, ട്രക്കിയോസ്റ്റമി കണക്ഷൻ മാറ്റി. പക്ഷേ കൊളസ്റ്റമി ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം 40 ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി. എന്നാലും ഏകദേശം 30 കിലോ അദ്ദേഹത്തിൻ്റെ പോയി. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ആകെ അറിയാവുന്നത് ആ ജംഗ്ഷനിൽ വണ്ടി ഓടിച്ചതല്ലാതെ പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, ഞാനിപ്പോൾ എവിടെ കിടക്കുന്നതെന്നുള്ള കാര്യം. അതുപോലും അറിയാതാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊളസ്റ്റമി ബാഗുമായി വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്കത് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ എല്ലാവർക്കും പേടി. കാരണം ഇത്രയും ക്രിട്ടിക്കൽ ആയിരുന്ന ഒരു പേഷ്യനെ തൊടാൻ മിക്ക ഹോസ്പിറ്റലുകാരും മടിക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഞങ്ങൾ ചെന്നത്. ആരും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല റിവേഴ്സ് ചെയ്യാൻ. കാരണം അതിൻ്റെ ഒത്തിരി ക്രിട്ടിക്കൽ പ്രോബ്ലംസ് അവർ നമ്മളോട് പറഞ്ഞു. പക്ഷേ ആ ബാഗ് ഇട്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? കാരണം നമ്മുടെ മലമെല്ലാം വരുന്ന ഈ ബാഗിലാണ്. പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഇത് പൊട്ടും, നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരം ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ ആദ്യമായി കയറുകയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ കൃപാസനം അന്ന് ആദ്യമായി കേട്ടത് പിന്നെ കാണുക. അപ്പോൾ ഈ കൃപാസനം കണ്ടപ്പം തന്നെ എൻ്റെ ഹൃദയം അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ 3 പേരും ഇവിടെ കയറി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊരു മെറിറ്റില്ല, ഞങ്ങളാകെ 0 ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോവുക, അമൃത ഹോസ്പിറ്റലിലോട്ട് പോവുക. അപ്പം ഞാൻ ആ സമയം അത് കഴിഞ്ഞ് തിരിച്ചു പോയി. 40 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുണ്ട് അവിടെ. കാരണം എൻ്റെ ജോലിയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാനൊരു 10 ദിവസത്തേക്ക് വന്നേക്കുക. അപ്പോൾ ഈ റിവേഴ്സലൊന്ന് അമൃതയിൽ പോയി ചോദിച്ച് അവരൊന്ന് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി എൻ്റെ പുറകിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന് ഇവിടെ നന്ദി പറയണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അടുത്ത ആഴ്ച എങ്ങനെയാണ് ഡോക്ടർ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്, ഇവിടെ എത്ര പേഷ്യൻ്റ് വെയിറ്റിംഗ്, 1 മന്ത് കഴിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കാശ് മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വെച്ചോണ്ടാണ് ഇവിടെ പോയിരുന്നത്. അങ്ങനെ ഡോക്ടർ ബുക്ക് ഈ 1 മാസം കഴിഞ്ഞ് എഴുതാൻ തിരിക്കുമ്പോഴാണ് നോക്കുന്നത്, ആ ഫ്രൈഡേയിൽ ഒരാളുടെ സർജറിക്കുള്ള സ്പേസ് കിടക്കുക. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞ് സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് അത് എഴുതി തരിക. പുള്ളി ചെയ്യാവുന്ന സമ്മതിച്ചു. ഞങ്ങൾ രാത്രി ഏകദേശം 7:30 മണിയായപ്പോൾ ഞങ്ങളിവിടെ കയറുക. തിരിച്ച് നന്ദി പറയണമെന്ന് ആ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോയപ്പോൾ ഞങ്ങളിവിടെ കയറി. ഞങ്ങൾ ആ കിണറിൻ്റെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിങ്ങനെ, ഞങ്ങൾക്ക് എന്താ പറയുന്നത്, എല്ലാം 0 ആയിരിക്കുന്നവരാണ്. ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ കാഷ്വൽ ഡ്രസ്സിൽ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വരിക. അപ്പോൾ അതായിരുന്നു ജോസഫ് അച്ഛനായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളസ്റ്റമി ബാഗിൻ്റെ അവിടോട്ട് കൈ വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യനാണോ എന്ന് അച്ഛനെ അറിയത്തില്ല, ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പോയി സർജറി ചെയ്തിട്ട് തിരിച്ചു വാന്ന് പറഞ്ഞു. അത് അറിയത്തില്ല, അത് മാതാവ് വന്ന് ഞങ്ങളോട് ചെയ്ത്. കാരണം ഞാൻ പിന്നീട് അറിഞ്ഞ് അച്ഛനെ കാണാൻ പലരും ക്യൂ നിൽക്കുന്നൊരു സ്ഥലത്ത് അച്ഛൻ ഞങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയും, അയ്യോ ഞങ്ങൾക്ക് കുളിര് കോരുന്നു, ഇത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമൃതയിൽ ആ ഫ്രൈഡേ പോയി സർജറി ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ആ സർജറി ചെയ്യാൻ പറ്റി. അങ്ങനെ കൊളസ്റ്റമി റിവേഴ്സൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം സർജറി കഴിഞ്ഞ് പോകുമ്പോഴും ഇവിടെ വന്ന് മാതാവിന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഇട്ടേക്കുന്ന ഗ്രാഫ്റ്റാണ്. ഈ അയോട്ടയ്ക്ക് പകരം എൻ്റെ ഹസ്ബൻഡ് ഇട്ടേക്കുന്ന ഒരു ഗ്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഇൻഫെക്ഷൻ ആ ഗ്രാഫ്റ്റിൽ കയറി പിടിച്ചു. പിന്നീടും ഈ ഗ്രാഫ്റ്റിൽ ഇൻഫെക്ഷൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വെല്ലൂർ CMC ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോഴൊന്നും ഞാനിവിടെ ഇല്ല, കാരണം എനിക്ക് ജോലിയുണ്ട്. ഒത്തിരി ലീവ് എടുത്ത് എൻ്റെ ലീവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ജോലി തിരിച്ചു പോയി. ഞങ്ങളപ്പം ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ ഒരു മെയിൽ നേഴ്സൊക്കെയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. അങ്ങനെ വെല്ലൂർ പോയി. അപ്പോൾ അവർ കണ്ടപ്പോഴേ ആദ്യം പറഞ്ഞു, ഇതൊരു മിറക്കിളാണ്, ഈ മനുഷ്യനൊരു മിറക്കിളാണ്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയെന്ന വെല്ലൂരുകാർ ആദ്യം ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പം ഞാൻ പറയും, ഇത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടം വരെ എത്തിയത്. അങ്ങനെ ആ ഡോക്ടർക്ക് സർജറി ചെയ്യാൻ വലിയൊരു താല്പര്യം, കാരണം ആ ഒരു കേസ് ഓൾറെഡി ഇൻഫെക്റ്റഡായി ഒരു ഗ്രാഫ്റ്റ് ഇനിയും ഫുള്ള് റിമൂവ് ചെയ്യണം. എന്നിട്ടും അവർ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് ഏകദേശം 3 മാസം അദ്ദേഹം വെല്ലൂരിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2024 ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ വെല്ലൂരിൽ അത് ഭയങ്കര വിജയമായിട്ട് ആ സർജറി ചെയ്തു. അപ്പം ഞങ്ങൾക്കിനി ഒരു ആൻറ്റിബയോട്ടിക് ഇന്ത്യയിലില്ല തരാൻ, കാരണം അത്രയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഇന്ത്യയിലുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം ആ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ബാക്ടീരിയയാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇനിയില്ല. അപ്പം വെല്ലൂരുകാർ പഠനാവശ്യത്തിന് വേണ്ടി നമ്മളെ അവർ ട്രയലായിട്ട് നിർത്താറുണ്ട്, പല. പക്ഷെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ട്രയലെങ്കിൽ ട്രയൽ. അങ്ങനെ ആൻറ്റിബയോട്ടിക് അവർ വേറൊരു രാജ്യത്തു നിന്ന് നമുക്ക് വേണ്ടി ട്രയലായിട്ട് വരുത്തി ഞങ്ങളുടെ ശരീരത്തിൽ അത് പ്രയോഗിച്ചു അദ്ദേഹത്തിൻ്റെ. അത് വളരെ സക്സസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ഞാനപ്പം ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, ഞങ്ങളുടെ വീട്ടിൽ ആ മെഴുകുതിരി സർജറിയൊക്കെ വെല്ലൂർ ചെയ്യുമ്പം ഞാൻ ഷാർജയിലാണ് മോളും. ഞാൻ ആ ബ്ലൂ മെഴുകുതിരി ഞാൻ കത്തിച്ച് വെച്ച് ആ സർജറി തീരുന്നത് വരെ ഞാൻ ആ മെഴുകുതിരി ഇങ്ങനെ മണിക്കൂറുകൾ കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വളരെ വിജയമായി അദ്ദേഹത്തിന് വെല്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു. ഏകദേശം 1-2 വർഷം ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമായിരുന്നെങ്കിലും എന്താ പറയുക, മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങളവിടെ പ്രയോഗിച്ചു. ഞങ്ങൾ വളരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്, ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയും എല്ലാം കൂടായി ഞങ്ങളെ 2 വർഷം കഷ്ടപ്പാടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു. അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു സാക്ഷിയാണ്. കാരണം ഞങ്ങളുടെ ഈ കഥ അറിയാത്തവരില്ല, എല്ലാവർക്കും ഞങ്ങളെപ്പറ്റി അറിയാം. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ ഒരു വിഷയം വെച്ച്, കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുക 2 പേരും. അപ്പോൾ അദ്ദേഹം എയർപോർട്ടിലാണ് ജോലി ചെയ്തത്. ഇനിയിപ്പം ആ ജോലി ചെയ്യുക സാധ്യമല്ല. അപ്പം ഞാൻ ഓർത്തു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി കിട്ടിയിരുന്നേൽ നല്ലതായിരുന്നു. പക്ഷെ സാധിക്കുമോ എന്ന് അറിയത്തില്ല, കാരണം ഓൾറെഡി മുന്നേ അറിയാം ഞങ്ങളുടെ ഈ അസുഖത്തിൻ്റെ കാര്യം. എന്നാൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് തിരിച്ച് ഷാർജ ചെന്നു. അത് ഞങ്ങളെല്ലാവരും കൂടാണ് പോയത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപയും കടാക്ഷവും. അദ്ദേഹം ഇപ്പോഴും ജോലിക്ക് പോകുന്നു. ഞങ്ങളിപ്പോൾ വെക്കേഷന് വന്നാണ്. പിന്നെ എൻ്റെ മോളുടെ കാര്യം ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ മോളും അവിടെയാണ് പഠിക്കുന്നത്. അവൾ 10th പരീക്ഷ എഴുതിയപ്പം ഒരു 87 ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അവളപ്പം ഇവക്കിപ്പം മാതാവിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഇതില്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ, ഞങ്ങളൊരു മാർത്തോമ വിശ്വാസികളാണ്. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരു മാതാവിൽ ആ ഒരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലാത്ത ആൾക്കാരാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളും ഈ മാതാവിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ചായിരുന്നു അവൾ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 94% മാർക്ക് മേടിച്ച് സ്കൂളിലെ ഒരു 1 ഓഫ് ദി ടോപ്പർ ആകുവാൻ അവൾക്കും സാധിച്ചു. പിന്നെ ധാരാളം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഇതിന് മൂലം ഞങ്ങൾക്ക് വളരെ ദൈവകൃപയിൽ നിൽക്കുവാൻ, അതാണ് മെയിൻ. ദൈവത്തിൻ്റെ കൃപയിൽ അനാവശ്യമായിട്ട് ഒന്നിലും പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായിട്ട്, എനിക്കൊരു മോനുണ്ട്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ കുടുംബമായി ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരോട് ഞാൻ ഇവിടുത്തെ കാര്യം പറയും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷാർജ എന്ന് വന്ന് അവളും ഇതുപോലെ ഉടമ്പടിയൊക്കെ എടുത്തു. അവരും ഇതുപോലൊന്നും മാതാവിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ കനാഡാലയം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടെ പലർക്കും പൈസ അയച്ചു കൊടുക്കുവാനും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അനേകരോട് എവിടെ ചാൻസ് കിട്ടിയാലും ഞങ്ങൾ ഈ ദൈവത്തെപ്പറ്റി എല്ലാവരോടും പറയും. കാരണം ദൈവം എത്ര വിശ്വസ്തനാണ്. കഷ്ടപ്പാട് തന്നാലും ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കും.
നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആരും ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ നമ്മൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ അതിലുപരിയായിട്ട് ആൾക്കാരുടെ മുന്നിൽ മാനിച്ച് നിർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. എസെക്കിയേൽ 37:14 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്ന് പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, റിൻസി മാത്യുവിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. നമ്മൾ ഒത്തിരി പേര് ഉടമ്പടി എടുത്തവരാ. മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് ഈ റിൻസി മോളുടെ കൂടെ നമ്മൾ അറിയാൻ സാധിച്ചു. അദ്ദേഹം ഇവിടെ ആൾക്കാരെ പറഞ്ഞത്, ഒരു വ്യക്തി വന്ന് ഉടമ്പടി എന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് റിൻസിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥനയിൽ നീങ്ങുകയാണ്. ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും പരിശുദ്ധ അമ്മയെന്ന് പറയാൻ പോലും അറിഞ്ഞുകൂടാത്ത ഈ വ്യക്തിയെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. അമ്മയുടെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട്. ആര് വഴി? മറ്റുള്ളവർ വഴി. ആ ഉടമ്പടി എടുത്ത നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് സാക്ഷ്യമാണ്. അങ്ങനെയാണ് റിൻസി അറിഞ്ഞത് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ യാത്രയിൽ പോകുമ്പോഴാണ് ഇവിടെ വന്ന് ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ അമ്മയോട് പറയുകയാണ്, അമ്മയെന്ന് പറയാനറിഞ്ഞില്ല, കൃപാസനമെന്നറിയത്തില്ല, അവരെ മറ്റുള്ളവർ വഴി ഇവിടെ വന്ന് അമ്മയോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധമ്മ പറഞ്ഞു, മോനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, ചെന്നവരെ ഒന്ന് സ്പർശിക്കാൻ. അച്ഛൻ ആ സമയത്ത് ചെന്നു ആരും വിളിച്ചില്ല. അവർ പറഞ്ഞത് കേട്ടോ, ഇത്ര ക്യൂ നിൽക്കണം, ഇത്ര സമയമെടുക്കണം, ഉടമ്പടി എടുത്ത് പുതുക്കിയാൽ മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളെന്നാണ് ഇവിടെ പറയുന്നത്, എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇരുന്ന വ്യക്തി മാതാവ് അച്ഛനോടെ പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് ചെന്ന് അവരുടെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പല വ്യക്തികളിലൂടെയാണ് പരിശുദ്ധ അമ്മ അവരിലേക്ക് പ്രവർത്തിച്ചതെന്ന് നമ്മോട് റിൻസി പറയുകയുണ്ടായി. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുതം എല്ലായിടത്തും പറയുന്നത്. അമ്മയുടെ സാക്ഷ്യം പറയുന്നത് ഇതാണ്, എനിക്ക് സാധിക്കണം മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ച് പറയാൻ. അവരെല്ലാവരോടും പറയുന്നെന്നാണ് പറയുന്നത്. പല ഹോസ്പിറ്റലുകളിലും കൈയൊഴിഞ്ഞു. ഹോസ്പിറ്റലുകളെല്ലാം കൈയൊഴിഞ്ഞ സമയത്തും പരിശുദ്ധ അമ്മ അവരെ വിട്ടില്ലെന്ന് അവർ പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവരെ ഈ അൾത്താരയിൽ എത്തിച്ചതെന്ന് അവർ പറയുന്നത്. പരിശുദ്ധ അമ്മ അങ്ങനെയാ. സ്നേഹം കൊടുക്കുമെങ്കിൽ അച്ഛൻ ഉടമ്പടി പുതുക്കൽ ക്ലാസ്സിൽ പറയുന്നുണ്ട്, പൂക്കുറ്റി പോലെ അനുഗ്രഹം കൊടുക്കുന്നതാണ് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ കിട്ടുന്നതെന്ന്. അപ്പം ഇവർക്ക് കിട്ടിയത് പൂക്കുറ്റി പോലുള്ള അനുഗ്രഹമാണ് കിട്ടിയത്. ഈ സാക്ഷ്യം ഒരിക്കലും അവർ മറക്കത്തില്ല. ഇടിവെട്ട് സാക്ഷ്യമെന്ന് അച്ഛൻ പറയാറുണ്ട്. ഇടിവെട്ട് സാക്ഷ്യമാണ് അവർക്ക് കിട്ടിയത്. ഇത്രയോ 100 കണക്കിന് മനുഷ്യരോട് അവരിപ്പോൾ പറഞ്ഞു കാണും. അതിനുശേഷം അവരുടെ ഭർത്താവിന് ഒരിക്കലും ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധമ്മ അവിടെയും കൈവിട്ടില്ല. അമ്മ നല്ലൊരു ജോലി അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമനുസരിച്ചുള്ള ജോലി കൊടുത്തു. ഇതാണ് പരിശുദ്ധമ്മ. ഈ സ്നേഹം കണ്ടാൽ ആരെങ്കിലും വിട്ടുകളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഈ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇവർ വന്ന സാക്ഷ്യം വഴിയാണ് നമ്മളിത് അറിയുന്നത്. അങ്ങനെ അമ്മയോട് പറയണം, ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് വേണ്ടി മാത്രമേ ജീവിക്കുകയുള്ളെന്ന്. അമ്മ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ, എന്നെ മാറ്റണമേ. ഈ സാക്ഷ്യം എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയാണെന്ന് പറഞ്ഞിട്ടും അവർക്ക് മതിയാകുന്നില്ല. ഈ അമ്മയുടെ സ്നേഹം പങ്കുവെക്കാൻ ഇവിടെ വന്ന റിൻസിക്കും കുടുംബത്തിനും നന്ദി പറയുകയും അവർക്ക് കൊടുത്ത ദൈവത്തിൻ്റെ വലിയ കൃപ ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം
മറ്റുള്ളവർക്ക് വേണ്ടി അവരെങ്ങനെ അറിഞ്ഞോ അതുപോലെ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. സാമ്പത്തിക സഹായമായിട്ടും വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും എല്ലാം അവർ കൊടുത്ത് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അവർ വിദേശ രാജ്യത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു, അവിടെയും ചെന്നു ഈ അമ്മയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അറിഞ്ഞത് മറ്റുള്ളവർ വഴി, ഇവർ വഴി മറ്റുള്ളവരെ അറിയിക്കുന്നു. അത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് അവർ ചെയ്യുന്നത്. അതാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇങ്ങനെ ചെയ്ത് പരിശുദ്ധ അമ്മ വഴി കിട്ടി പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായ റിൻസി മാത്യുവിനെയും കുടുംബത്തെയും അവർക്ക് പരിശുദ്ധമ്മ നൽകിയ അനുഗ്രഹത്തിനും കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.